പക്ഷെ ഭയങ്കര എരിവ്. ബഡീസ്. അപ്പം നമ്മൾ ഉടകമണ്ഡലം സ്റ്റേഷനിൽ നമ്മുടെ റൂമിലോട്ട് പോവാണ് കേട്ടോ. ഏകദേശം 2.7 കിലോമീറ്റേഴ്സാണ്. അപ്പം നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. ഓട്ടോയിലൊരു 250 രൂപ ഏകദേശം ഉണ്ടാവും കേട്ടോ. പിന്നെ വിചാരിച്ചു വെറുതെ എന്തിനാ പൈസ വേസ്റ്റ് ചെയ്ത് നടന്നാൽ മതിയായിരുന്നു എന്ന്. അപ്പം നമ്മൾ റൂമിലെത്തി നമ്മുടെ ബാഗൊക്കെ വെച്ചത് ഇത് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ് കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. ഇപ്പം ഏകദേശം ഒരു 12 മണിയായി കാണും നമ്മൾ സ്റ്റേഷനിലെത്തിയപ്പം. അപ്പം ആ ടൈമിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ റൂമിൽ പോയി നമ്മുടെ ബാഗ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പം ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇപ്പം ആക്ച്വലി ഇവിടെ 2:30 മണിയാണ് കേട്ടോ. ഉച്ചയ്ക്ക് 2:30 മണിയാണ്. ഉച്ചയ്ക്ക് 2:30 മണിക്കും നല്ല തണുപ്പുണ്ട്, കാണുന്ന പോലെയല്ല. ഇപ്പൊ റൂമിലാണെങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബെയർ ഫുഡിൽ നടക്കാൻ പറ്റത്തില്ല കേട്ടോ. നല്ല അങ്ങനെ കുത്തണ പെയിനായിരിക്കും, നല്ല തണുപ്പാണ്. അതേപോലെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഉച്ചയ്ക്ക് തണുപ്പുണ്ട്. ഓക്കെ, സോ നമ്മൾ ഒരു ഡയറക്ഷൻ നോക്കി പോവാണ്. അധികം നോക്കിയില്ല, മീൻസ് എവിടെയാണ് റെസ്റ്റോറൻറ്റ്സ്, ഏതാണ് റെസ്റ്റോറൻറ്റ്സ്. നമ്മൾ ജസ്റ്റ് നടക്കുന്ന വഴിയിൽ ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ട. അമ്മേ, ഇതൊക്കെ അടിപൊളിയായിരുന്നല്ലേ. ഇവിടെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിറയെ വീടുകളുള്ള സ്ഥലമാണ്. നമ്മളെടുത്ത റൂമിൻ്റെ റൈറ്റ് സൈഡായിരുന്നു കേട്ടോ ഫുഡ് സ്പോട്ടുകളെല്ലാം ഉള്ളത്. പക്ഷെ നമ്മളെപ്പോഴും തെറ്റായ വഴികൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരില്ല. അത് കാരണം ഞങ്ങൾ കറക്റ്റ് ലെഫ്റ്റിന് എടുത്തിട്ട് പോയി. അത് കാരണം വന്ന സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തി നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ. അപ്പോൾ അവിടെ ഒരു അത്യാവശ്യം മെനയുള്ള തെൻട്രൽ പറഞ്ഞ റെസ്റ്റോറൻറ്റ് കണ്ടു. ഗൈസ്, അങ്ങ് ഹിമാലയത്തിൽ പോയാലും ദോശ വിട്ടിട്ടൊരു കളിയില്ല ഗൈസ്, അതാണ് നമ്മുടെ മെയിൻ. പക്ഷെ ദോശയിൽ വെറൈറ്റി ഒക്കെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഒണിയൻ പിന്നെ നെയ് റോസ്റ്റ് അങ്ങനെയുള്ള. അപ്പം ഞാൻ ഒണിയൻ ദോശ എടുത്തു, കുഴപ്പമില്ലായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നേരെ ഇറങ്ങി നടന്നു കേട്ടോ ബൊട്ടാനിക്കൽ ഗാർഡനിൽ. അപ്പോൾ അവിടെ വെച്ചിട്ടൊരു ഐസ് ക്യാൻഡീസ് ഒക്കെ കൊടുക്കുന്നൊരു കട ഉണ്ട്. അമ്മ എനിക്ക് ഭയങ്കര ആഗ്രഹം ഐസ് കഴിയും, പക്ഷെ കൈക്ക് ഭയങ്കര തണുത്തിട്ട്. പക്ഷെ എന്നാലും നമുക്ക് തോറ്റു കൊടുക്കരുത്, പൊരുത്തണം, രസമുണ്ട് കഴിക്കാൻ. ഊട്ടിയിൽ വന്നിട്ട് നമ്മുടെ ഫേസ്റ്റ് ഡെസ്റ്റിനേഷൻ ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ്. കാരണം അതാണ് നമുക്ക് ഏറ്റവും അടുത്ത്. അതായത് ഉടകമണ്ഡലം ബസ് സ്റ്റാൻഡിൽ നിന്ന് ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് ഏകദേശം ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പം അത്യാവശ്യം നടക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ, അതല്ല നിങ്ങൾക്ക് വണ്ടി ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ല ബസ് സർവീസ് കുറേ ഉണ്ട് കേട്ടോ. അത് എനിക്ക് അവിടെ പോയപ്പം ബസ് റൂട്ട്സ് ഏതാണെന്ന് കറക്റ്റ് അറിയാത്തതുകൊണ്ടാണ് ബസ്സിൽ കയറാൻ പറ്റാഞ്ഞ്. പക്ഷേ സുഖമായിട്ട് നമുക്ക് ബസ്സിന് പോവാം. ഈ ഒരു സൈഡിൽ നോക്കുമ്പം നമ്മളൊരു അസംബ്ലി തിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ക്രോസ് ചെയ്തിട്ടാണ് കേട്ടോ ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോകുന്നത്. അതേപോലെ തന്നെ റോസ് ഗാർഡനും അവിടെ അടുത്ത് തന്നെയാണ്. ഒരു ഏകദേശം ഒരു 2.2 കിലോമീറ്റർ എങ്ങാനേ ഉള്ളൂ. അപ്പം ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ റോസ് ഗാർഡനും അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ 2 സ്ഥലത്തും കവർ ചെയ്യാൻ പറ്റുന്ന പോലെ പോകണം. പിന്നെ ഊട്ടിയിലൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മണി, അതാണ് ഒരു മാക്സിമം ടൈം. 6-6:30 ആ ക്ലൈമറ്റ് ഭയങ്കര ചേഞ്ച് ആവുന്ന, ഡ്രാസ്റ്റിക് ചേഞ്ച് ആവുന്ന കാരണം എല്ലാവരും ക്ലോസ് ചെയ്ത് പോകും. ഒരു രാത്രി ആകുമ്പോഴത്തേനും ഒരു 9-8 ഡിഗ്രി വരെ നമ്മുടെ ടെമ്പറേച്ചർ ഡൗൺ ആവുന്നുണ്ട്. അപ്പം 6 മണിയോടുകൂടി ഓൾമോസ്റ്റ് എല്ലാം അവിടെ ക്ലോസ് ആവും. പിന്നെ നമ്മൾ റൂമിൽ പോയി ഇരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ബൊട്ടാനിക്കൽ ഗാർഡൻ ആക്ച്വലി ഒരു ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് അങ്ങനെ പ്രൈസിൽ വലിയ ഇതൊന്നുമില്ല. ഒരാൾക്ക് 100 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ മോഡ് ഓഫ് പേയ്മെൻറ്റ് എനിക്ക് തോന്നുന്നു GPay അത് അലൗഡ് അല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം തോന്നുന്നു. കാരണം ഇപ്പം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയവിടെയൊക്കെ
അവർക്ക് ക്യാഷ് പേയ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കിങ്ങനെ വേറെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒന്നും പറ്റില്ലായിരുന്നു. ഗുണ കേവ് വന്ന് കൊച്ചിയിൽ വന്നതിനകത്തൊക്കെ നമുക്ക് ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണമായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അങ്ങനെ എവിടെയെങ്കിലും വിസിറ്റ് ചെയ്യാൻ പോകുന്നവിടെയൊക്കെ നിങ്ങൾ ക്യാഷ് എപ്പോഴും കയ്യിൽ സൂക്ഷിക്കണം. പിന്നെ ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും റേഞ്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എപ്പോഴും കയ്യിൽ എപ്പോഴും ക്യാഷ് സൂക്ഷിക്കാൻ നോക്കുക. ഒരു ചെറിയ എമൗണ്ട് ഓഫ് ക്യാഷ് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ. ബാക്കിയൊക്കെ നമുക്ക് ഓൺലൈൻ ത്രൂ തന്നെ ചെയ്യാൻ ഉള്ളൂ. എല്ലാവരും മലയാളികൾ. വഴി ചോദിച്ച ആൾക്കാരും കണ്ട ആൾക്കാരും സംസാരിക്കുന്ന ഫുൾ മലയാളികൾ. തമിഴന്മാരൊന്നും ഇവിടെ ഇല്ല തോന്നുന്നു. ഞാനിവിടെ വന്നത് ഡിസംബർ 21 and 22 കേട്ടോ. സോ ആ സമയത്തുള്ള ഒരു തിരക്കാണ്. മൊത്തം മലയാളികളാണ് ഗൈസ്. ആരും തമിഴായിട്ട് സംസാരിക്കുന്നത് എനിക്ക് അവിടുത്തെ ഷോപ്പ് കീപ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഞാനവിടെ കണ്ട എല്ലാവരും മലയാളികളായിരുന്നു. കയ്യിലാവണില്ല കേട്ടോ. ഞാൻ വെച്ച് കയ്യിലാവണം. ആൻറ്റോറിയ എന്തിനു പറയാ? ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്താ? ആൻറ്റോറിയ. ആൻറ്റോറിയ ഞാനെന്ത് എന്തിനു പഠിച്ച് pepperoni. White वाला क्यूट है. അരളിപ്പൂ പോലെ അല്ലേ? ഓണത്തിനൊക്കെ അരളിപ്പൂ വെച്ചണ പോലെ. പക്ഷെ അതല്ല, വേറെന്തോ ആണെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ഈ പൂ ഞാൻ കണ്ടിട്ടുണ്ട്. അണ്ടർ ദ സ്കൈ. ഒരു യെല്ലോയിഷ് കളറായിട്ട് സംഭവങ്ങളൊക്കെ എൻ്റെ വീടിൻ്റെ അവിടെ ഉണ്ടാവാറുണ്ട് പണ്ടൊക്കെ. അതിൻ്റെ എന്തെങ്കിലും കളർ ചേഞ്ചുകൾ പൂവിനെ കുറിച്ച് അങ്ങനെ വലിയ അറിവുകളില്ല. എല്ലാമാണെന്നുള്ളത് കാണിക്കാം. ഓ, ഇവിടെ കമ്പി വരെ പിടിക്കാം. ഇവിടെ നല്ല രീതിയിൽ സൂര്യവെളിച്ചം ഉണ്ടെങ്കിലുണ്ടല്ലോ നല്ല തണുപ്പാണ് കേട്ടോ എല്ലാ സാധനങ്ങൾക്കും. അതായത് ഇപ്പോൾ കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് നല്ലൊരു തണുപ്പ് കാറ്റാണ്. പിന്നെ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൂമിൻ്റെ ഫ്ലോറിൽ കാല് വെക്കാൻ പറ്റത്തില്ല. അതേപോലെ ഈ കമ്പിയും ചങ്ങലയൊക്കെ എടുത്ത് പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലിങ്ങനെ തറച്ച് കയറുന്ന തണുപ്പാണ് കേട്ടോ. ഇത് നമ്മുടെ ഇന്ത്യ മാപ്പ് ഫുള്ള് ചെടികൾ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടിയില്ലേ, അതുകൊണ്ട് ഉണ്ടാക്കി അവർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നെയിമിംഗ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഊട്ടി എന്ന് പറയുമ്പം ഊട്ടി സൈഡ് വന്നിട്ട് യു ആർ ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡാണ് കേട്ടോ അവിടെ വെച്ചേക്കുന്നത്. ഗൈസ്,
ആസ് യു ക്യാൻ സീ ഈ ഗാർഡൻ തീരെ ചെറുതല്ല കേട്ടോ. ഇത് നല്ല വലിയ ഗാർഡനാണ്. ഞാൻ ആദ്യം വന്ന സമയത്ത് ആ ഒരു വലിയൊരു സ്പേസും പിന്നെ ആ ഗ്ലാസ് ഹൗസും മാപ്പിൻ്റെ സെക്ഷനും അതൊക്കെ മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. പിന്നെ ആ ഒരു ക്ലോക്കിൻ്റെ ഒക്കെ സെറ്റപ്പ് കണ്ടോ, അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് മുകളിൽ കയറിയപ്പോഴത്തേനും ഇത് ഭയങ്കര പരന്ന് കിടക്കുന്നൊരു സ്പേസാണ്. അതായത് ഇതിൻ്റെ അറ്റം ഞാൻ അതുവരെ കണ്ടിട്ടില്ല. നമ്മളൊരു എൻഡ് പോയിൻ്റ് ഉണ്ടല്ലോ, അതെനിക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. വലുതാണ് സംഭവം. 6:30 വരെയാണ് കേട്ടോ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ടൈമിങ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 5-5:30 ടൈം ആവാറായി. ആ സമയത്ത് നമുക്ക് തണുപ്പ് കുറച്ച് കൂടുന്ന പോലെ ഉണ്ട്. അതാണ് ഞാൻ പെട്ടെന്ന് ക്യാപ്പ് എടുത്ത് വെച്ചത്, ഇല്ലെങ്കിൽ ചെവി അടിച്ചു പോകും ഗൈസ്. പൊട്ടിക്കാൻ പാടുന്നു കാര്യമില്ല അല്ലേ? ചൂടില്ല, പക്ഷെ ഭയങ്കര എരിവ്. നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങിയതുകൊണ്ട് ബൊട്ടാനിക്കൽ ഗാർഡൻ മാത്രമേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതന്നെ ഒത്തിരി കാണാനുണ്ട്. ഫുൾ കറങ്ങി തിരിഞ്ഞെത്തുമ്പോഴേക്കും കുറേ സമയമെടുക്കും. ഒരു 6:30 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൂമിൽ വന്നിരിക്കുക എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പം നൈറ്റ് വന്നപ്പം ഞാൻ രാവിലെ കാണിച്ചു തന്നില്ല, അത് ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ സീനുള്ളത്. നല്ല രസമുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. സോ അൻറ്റിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം മീ.